ഞാൻ പറയുന്നത് മാത്രമല്ല, നിങ്ങൾ വളരെയധികം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇവർ സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദിനെ ഒരു സമയത്ത് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഷെയ്ഖുന മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അടുക്കലേക്ക് സമസ്തയിൽ പ്രശ്നമുണ്ടായ സമയത്ത് കോമാട്ടുചാലിൽ അബ്ദുല്ലാന്റെ വാപ്പ അബൂബക്കർ മൗലവി ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ അവിടുന്ന് കിട്ടിയ മറുപടി, ആ മറുപടി നൗഷാദിൻ്റെ വേദിയിൽ നൗഷാദ് തന്നെ കുരുവട്ടൂര് കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ വാപ്പാനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. അങ്ങനെ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ ഷെയ്ഖുനായുടെ അടുക്കൽ ചെന്നു എന്ന് പറയുന്നത് മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അടുക്കൽ ചെന്നു എന്നുള്ളതാണ് കേട്ടോ. ചോദിച്ചു, ഇങ്ങനെ പത്രങ്ങളുടെ സമസ്ത രണ്ടായി എന്ന് കാണുന്നുണ്ടോ? ഷെയ്ഖുന അവിടെ നിന്ന് കിടക്കുന്ന സമയത്ത് അവിടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, സമസ്ത ഒന്നേ ഉള്ളൂ അല്ലേ? സമസ്ത ഒന്നേ ഉള്ളൂ. ഏറ്റവും കുഞ്ഞിക്കോയ തങ്ങൾ ഇവിടെ വന്നിരുന്നു. ദീനിന്റെ കാര്യങ്ങൾ നടത്താൻ അവരെ ഞാൻ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഹക്ക്. ഷെയ്ഖുനായുടെയും AP-യുടെയും കുഞ്ഞിക്കോയ തങ്ങളുടെയും പിന്നിൽ അണിഞ്ഞിരുന്നോ? എത്ര കൃത്യമായിട്ടാണ് ഇയാൾ പറയുന്നത്. മഹാനായ മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അടുക്കലേക്ക് സമസ്തയിൽ പ്രശ്നമുണ്ടായപ്പോൾ ചെല്ലുകയും ചെന്ന സമയത്ത് ഇങ്ങനെ സമസ്ത രണ്ടായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ മടവൂർ CM വലിയുല്ലാഹി കിടക്കുന്നിടത്ത് നിന്നിട്ട് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, സമസ്ത ഒന്നേ ഉള്ളൂ. ആ ഒന്ന് ഏതാണെന്നറിയോ? അത് മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളുപ്പാപ്പയും അതുപോലെ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളും കൊണ്ടു നടക്കുന്നതാണ്. നിങ്ങൾ അതിനോടൊപ്പം നിൽക്കണം എന്ന്, അതിനോടൊപ്പം നിന്നോ എന്ന് മഹാനായ മടവൂർ CM വലിയുല്ലാഹി പറഞ്ഞു. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കോമാട്ടുചാലിൽ അദ്ദുവിന്റെ വാപ്പ അബൂബക്കർ മൗലവി പറയുന്നത്. ബാക്കി പറയട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഖുതുബുൽ CM വലിയുല്ലാഹി അവറുകളെ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ്. ഈ വിഷയം മഹാനായ മടവൂർ CM വലിയുല്ലാഹി പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യല്ല ഈ അബൂബക്കർ മൗലവി ചെയ്യുന്നത്. നേരിട്ട് അവരോട് പറഞ്ഞ സംഗതി അയാൾ തന്നെ വിശദീകരിക്കുകയാണ്. അവിടെ ഇതിൻ്റെ പോയിന്റ് എടുക്കുന്നത്. ആരെങ്കിലും പറഞ്ഞത് കേട്ട് പറയല്ല കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ വാപ്പ അബൂബക്കർ മൗലവി. മൂപ്പര് പോയിട്ട് മഹാനായ മടവൂർ CM വലിയുല്ലാഹി പറഞ്ഞ അതേ വാക്ക് ഹിക്കായത്ത് ചെയ്യാണ്. അവിടെയാണ് ഇതിൻ്റെ പോയിന്റ് എടുക്കുന്നത്. ബാക്കിയും കൂടി പറയട്ടെ. അതിന് സാക്ഷിയാണ് ഞങ്ങൾ. നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്നോളൂ. ഹക്ക് അവിടെയാണ്. പല ആളുകളോടും പറഞ്ഞ് ഈ സഹസ്രം ആളുകളുണ്ടാവും. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നോ, ഹക്കവിടെയാണ്, ഹക്കവിടെയാണ്, അവിടെ നിന്നോ എന്ന് ഞങ്ങളോട് പറഞ്ഞു എന്നല്ല, ഈ സദസ്സിലും അത് കേട്ട ആളുകൾ പലരും ഉണ്ടാകും. എത്ര കൃത്യമായിട്ട് ഈ അബൂബക്കർ മൗലവി പറയുന്നുണ്ട്. ബാക്കിയും കൂടി അയാൾ പറയട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനിയും അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഷെയ്ഖുന താമസിച്ചിരുന്ന ആ വീട്ടുകാരൻ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ പോയാൽ അവിടെ 12 വർഷം മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ ഷെയ്ഖുന അവർ വിശ്രമിച്ചതാണ്. എവിടെയും പോകാതെ. മമ്മൂട്ടി മൂക്കന്റെ മക്കളെ ഇപ്പോഴും ഉണ്ട്. അവരിതിന് സാക്ഷിയാണ്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദീനിന്റെ കാര്യം നോക്കാൻ വേണ്ടിക്കൊണ്ട് കുഞ്ഞിക്കോയ തങ്ങളെയും കാന്തപുരം ഉസ്താദിനെയും ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് കോമാട്ടുചാലിൽ അദ്ദുവിന്റെ വാപ്പയായ അബൂബക്കർ മൗലവി അടക്കമുള്ളവരോട് പറഞ്ഞു കൊടുത്തു. ഞാൻ നേരിട്ട് കേട്ടു എന്ന് അയാൾ തന്നെ സ്റ്റേജിൽ നൗഷാദിന്റെ അകമ്പടിയോടുകൂടെ സംസാരിക്കുന്നു. എന്നാൽ പിന്നീട് അയാൾ പറഞ്ഞത് വളരെ ഒരു പോയിന്റുള്ള കാര്യമാണ്. അയാൾ പറഞ്ഞെന്താ അറിയോ? ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല സംശയവും ഉണ്ടെങ്കിൽ, അഥവാ മടവൂര് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ
മടവൂര് നിന്നിരുന്നത് പിന്നെ മൂപ്പൻ്റെ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ ഇപ്പോഴും ഹയാത്തിലുണ്ട്. അവരോട് ചോദിച്ചാലും അറിയും. അടിവരട്ട് പറയാണ്, പറഞ്ഞ വിഷയങ്ങൾക്ക് അടിവരട്ട് പറയാണ്. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞതിൽ മടവൂര് പറഞ്ഞതിൽ വല്ല കളവായിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ മടവൂര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൂപ്പൻ്റെ മക്കളുമായി ബന്ധപ്പെട്ടാൽ അവർ പറഞ്ഞു തരും. നൗഷാദേ എൻ്റെ ഷെയ്ഖ് കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ വാപ്പ അബൂബക്കർ മൗലവിനെ കൊണ്ട് നീ സ്റ്റേജിൽ പറയിപ്പിച്ചതാണിത്. മൂപ്പരതിൻ്റെ യഥാർത്ഥം പറയുന്നു. ഒന്നും കൂടി മൂപ്പര് വരട്ടെ. ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനിയും അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ശൈഖുന താമസിച്ചിരുന്ന ആ വീട്ടുകാരൻ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ പോയാൽ അവിടെ 12 വർഷം മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ ശൈഖുന അവർ വിശ്രമിച്ചതാണ്. ഇവിടെയും പോകാതെ മമ്മൂട്ടി മൂക്കന്റെ മക്കളിൽ ഇപ്പോഴും ഉണ്ട്. അവരിതിന് സാക്ഷിയാണ്. കേട്ടില്ലേ? 12 വർഷം അവിടെ ജീവിച്ചു, അവിടെ നിന്നു. അവിടുന്ന് മമ്മൂട്ടി മൂപ്പൻ്റെ മക്കളും അതിന് സാക്ഷിയാണ്. ഇതേ വാക്ക് തന്നെ ഇത് കടമെടുത്തിട്ട് കോമാട്ടുചാലിൽ അദ്ദു അഥവാ നൗഷാദിൻ്റെ ഷെയ്ഖായ കോമാട്ടുചാലിൽ അദ്ദു ഇതിനെ പറ്റിയായിട്ട് പറയുന്നുണ്ട്. ഇത് അദ്ദുവിൻ്റെ വാപ്പേട്ടോ. കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ വാപ്പ അബൂബക്കർ മൗലവിയാണ് ഇപ്പം ഈ പറഞ്ഞത്. എന്നാൽ വാപ്പയുടെ വാക്ക് കടമെടുത്തുകൊണ്ട് നൗഷാദിൻ്റെ ഷെയ്ഖായ കോമാട്ടുചാലിൽ അദ്ദു എന്ന് പറയുന്നുണ്ട്. അതും ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. സമസ്ത 2000 നേരത്തെ ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നവരോട് പറഞ്ഞതാണ്, സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഓരോരുത്തരും കൂടിക്കൊള്ളി. ഷെയ്ഖുനാൻ നേരിട്ട് പറഞ്ഞ ആളുകൾ കേട്ടില്ലേ? ഈ പറഞ്ഞത് കോമാട്ടുചാലിൽ അദ്ദുവാണ്. നൗഷൂന്റെ ഷെയ്ഖ് ഷെയ്ഖുന ആണ് ഈ പറഞ്ഞത്. ഇനി ഒന്നും കൂടി ഉണ്ട്, മൂപ്പരൊന്നും കൂടി പറ്റേ. മഹാനായ ഷെയ്ഖുന സയ്യിദുന താജുൽ ഉലമ സയ്യിദ് അവർകൾ, ഷെയ്ഖുന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അവർകൾ, ഈ മഹാന്മാരെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ഷെയ്ഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബീബക്രിൽ മടവൂരി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. ഈ നാട്ടിലൊക്കെ ഷെയ്ഖുന വന്നിട്ടുണ്ട്. ഈ നാട്ടിലൊക്കെ ഷെയ്ഖുന ഖുതുബുൽ ആലം ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. മഹാനായ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് നിങ്ങൾക്കൊക്കെ അറിയാം. സമസ്തയിൽ വിഷമുണ്ടായ സമയത്ത് മഹാനായ താജുൽ ഉലമ സയ്യിദുകൾ ചെന്നപ്പം ഖുതുബുൽ ആലം പറഞ്ഞത്, അൻത അലൽ ഹഖ്, നിങ്ങളെ ഹഖിന്റെ കൂടെയാണ്, ഹഖിലാണ്, അതിൽ തന്നെ അടിയുറച്ച് നിൽക്കണം. എൻ്റെ വാപ്പ എന്ന് പറയുന്നത് ഇതിന് മുന്നേ പ്രസംഗിച്ച പറഞ്ഞ അബൂബക്കർ മൗലവിയാണ് ഈ ചങ്ങായിൻ്റെ വാപ്പ, കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ വാപ്പ. അയാളാണ് ആ പറഞ്ഞത്. അയാൾ പറഞ്ഞതാണ് ഈ ചങ്ങായി ഇക്കായത്ത് ചെയ്യുന്നത്. സത്യത്തിൽ ഇയാൾ മടവൂരിനെ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ, വേറെ വിഷയം. അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷെയ്ഖുനാന്റെ അടുത്ത് ചെന്നപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടായാലോ, ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്, അവരോടൊപ്പം കൂടിക്കോളൂ. ഷെയ്ഖുന ഖുതുബുൽ ആലം ഷെയ്ഖ് മടവൂർ ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ്. എന്തായാലും ആ വാക്കിൻ്റെ ഒക്കെ കട്ടി കണ്ടില്ലേ നിങ്ങൾ? ആ വാക്കിൻ്റെ ഒക്കെ കട്ടി കണ്ടില്ലേ? എന്നിട്ട് എന്ത് ഇപ്പം നിങ്ങൾക്ക് പറ്റിയത്? എന്ത് നിങ്ങൾക്ക് പിന്നെ പറ്റിയത്? നിങ്ങൾ ആ ഏപ്പിനെയും കുഞ്ഞിക്കോയത്തങ്ങളെയും ഇപ്പം എന്തുകൊണ്ട് തെറി പറയുന്നു? നിങ്ങളുടെ പ്രവർത്തനം ശരിയല്ല എന്ന് കണ്ടപ്പോൾ, നിങ്ങൾ ഷെയ്ഖാണെന്ന് അഭിനയിച്ചുകൊണ്ട് നടന്നപ്പോൾ, നിങ്ങൾ ഹബീബനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കടക്കുന്നത് 1500 കിലോമീറ്റർ ദൂരെയാണ് എന്ന് പറഞ്ഞപ്പോൾ, അതൊക്കെ കുഫ്രിയത്ത് വാദമാണ്, ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാദമാണ് എന്ന് ഞങ്ങൾ പറയുകയും, ഈ രൂപത്തിൽ ചങ്ങായി ഓരോ മശായിഖന്മാരുടെ അടുക്കലേക്കും കയറി ചെല്ലുമ്പോൾ വഅലൈക്കുമുസ്സലാം
മടവൂരിൻ്റെ ഖബറിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ വഅലൈക്കുമുസ്സലാം, ഇനി പോരി മക്കളെ, എന്തേ ഈ മടവൂർ ഇപ്പോൾ മദീനത്തേക്ക് പോയി, ഇങ്ങോട്ട് സലാം പറഞ്ഞിട്ടാ പോയത്. ഇങ്ങനെ തുടങ്ങിയുള്ള തട്ടിപ്പുകൾ പല ആളുകളും ഏർവാടിക്ക് പോകുമ്പോൾ ഇയാളപ്പോൾ ഏർവാടിക്ക് എന്നാൽ വഅലൈക്കുമുസ്സലാം എന്ന് പറഞ്ഞ് കൈ ഹവീക്കൾ കൊടുക്കും. എന്നിട്ട് കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് എന്തൊക്കെയാ വർത്താനം, സുഖം തന്നെയല്ലേ, ഞങ്ങൾ ഇത്രയും ആൾക്കാരായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ ദ്വാരക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് പോവുകയാണ്. എവിടേക്കാ പോണത്? ഞാൻ മക്കത്ത് മദീനത്തേക്ക് പോവുകയാണ്. അപ്പം മൂപ്പരെന്ത് ചെയ്യുക? എന്നിട്ട് ഒപ്പമുള്ള ആൾക്കാരോട് പറയാം, ഇനി നമ്മളിവിടെ സിയാറത്ത് ചെയ്തിട്ട് കാര്യമല്ല, എന്തേ ഈ ഇബ്രാഹിം ബാദുഷ ഇവിടുന്ന് പോയി ഇറങ്ങി വന്നപ്പോൾ മദീനത്തേക്ക് പോകുകയായിരുന്നു. മദീനത്തേക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോയപ്പോൾ ഇന്നെ കണ്ട് സലാം പറഞ്ഞ് കൈയൊക്കെ തന്ന ഊപ്പരോടൊപ്പം ഞാൻ സംസാരിച്ചതേ, ഇബ്രാഹിം ബാദുഷാനോടല്ലേ ഇപ്പം ഞാൻ സംസാരിച്ചത്. നിങ്ങൾ കണ്ടില്ലേ? അത് ഇബ്രാഹിം ബാദുഷാനോടാണ് ഞാൻ സംസാരിച്ചത്. അപ്പം നിങ്ങളത് കണ്ടില്ലേ? ഇബ്രാഹിം ബാദുഷ പോയി, ഇപ്പോൾ ഇനി ഇങ്ങോട്ട് പോരും, ഇനിയിപ്പോൾ നമ്മളവിടെ വന്നിട്ട് കാര്യമല്ല, ഇനി നമുക്ക് കാട്ടുപള്ളിയിൽ പോവുക. ഇങ്ങനെ ഓരോ ഉഡായിപ്പ് കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞപ്പോൾ ഒപ്പമുള്ളവർ അത് പ്രചരിപ്പിക്കുകയും അത് പറയുകയും ചെയ്തപ്പോൾ ഇയാളെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ അയാളെ മാറ്റി നിർത്തിയപ്പോൾ ഇയാളെ വെള്ളം കുടിച്ച നൗഷാദ് അതിനോടൊപ്പം പോയി. അതാണ്ടായത് ശരിക്ക്, അതല്ലേ, വേറൊന്നുമല്ലല്ലോ. ഇയാൾ അഭിനയം കൂടി, ഇയാൾ മമ്മൂട്ടിനെയും മോഹൻലാലിനെയൊക്കെ കടത്തി വെട്ടി. അപ്പം ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഇയാളെ ഞമ്മക്ക് പറ്റൂലെന്ന് ഉറപ്പിച്ചപ്പോൾ എടുത്തെറിഞ്ഞു. അതല്ലേ രസം. അത് ആദ്യം തന്നെ കണ്ടുപിടിച്ചു ഞങ്ങളുടെ പണ്ഡിതന്മാരായ പൊന്മള ഉസ്താദും പേരോട് ഉസ്താദും. ഇവർ രണ്ടുപേരും അന്ന് SYSന്റെ പ്രസിഡന്റും SYSന്റെ സെക്രട്ടറിയും. അപ്പം അവരാണന്ന് സിറാജ് പത്രത്തിൽ ഔട്ട് ചെയ്തത്. ആ ഒരു ദേഷ്യം ഇപ്പോഴും തീർന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് പേരോട് ഉസ്താദ് എവിടെ വരുന്നോ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് ഈ പൂരം കഴിഞ്ഞാൽ പടക്കം പൊറുക്കാൻ പോണ മാതിരി നൗഷാദിനൊരു ചെല്ലലുണ്ട്. അതാ പണ